നമ്മുടെ റന ഫാത്തിമ ആര്യൻ ഇഷ്യൂ ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് അവിടെ എന്താ പറയാ അടയും ചക്കരയും പോലെയാണ് ഗിസയിലും ആര്യനും. അതായത് ആര്യൻ എന്ത് കാണിച്ചാലും ഗിസയിൽ എന്ത് കാണിച്ചാലും അവിടെ അത് തെറ്റാണെങ്കിൽ പോലും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ ന്യായീകരിക്കും. ഒരിക്കലും അതല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയണം. അതവിടെ പറയുന്നില്ല. ഗിസേലിന് വേണ്ടിയിട്ട് ആര്യൻ സംസാരിക്കുന്നു. പിന്നെ ഇന്നലെ പറഞ്ഞത് ശരിയാണ്, നേലാണ് അല്ലെങ്കിൽ അതൊക്കെ മേലെയാണ്. ഇന്നലെ ഗിസേല് ചോദിക്കുന്നുണ്ടായിരുന്നു, അവൾ എന്തിനാ അവിടെ വന്ന് കിടന്നു, എന്തിനു കിടക്കാൻ പോയത്, ഫണ്ണായിട്ട് കിടന്നത് തന്നെയാണ്. ഓക്കെ, അപ്പം ഇതിൽ ഞാനും വെയിറ്റിംഗ് ആണ് ലാലേട്ടൻ ഈ സംഭവത്തിന് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോണെന്നുള്ളത്. സോറി പറഞ്ഞെങ്കിലും ഗിസേല് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് റൂമിൽ വന്ന് കിടക്കാറില്ല, ഐ മീൻ ബെഡിൽ വന്ന് കിടക്കാറില്ലൊക്കെയാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒന്നാമത് എനിക്ക് ഈ കാര്യം പ്രസന്റ് ചെയ്യാൻ അറിയില്ല. ഈ കൊച്ചു എന്തിനാ ഈ കിടന്ന് കരയുന്നേ? നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിന്ന് പറയാതെ അയാൾ അങ്ങനെ പറഞ്ഞു, അതായത് നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അയാൾ നമ്മളെ സ്റ്റാമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നട്ടലോടുകൂടി നിന്ന് സംസാരിക്കണം. അല്ലാതെ പകുതി മുക്കാൽ അംഗൻവാടിയിൽ പിള്ളേർ പാല് കിട്ടാതെ കരണ മാതിരി കിടന്ന് അലറല്ല വേണ്ടത്. ആര്യൻ അവിടെ കാണിച്ചൊരു സംഭവമുണ്ട്, ഇങ്ങനെ കിടന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിന്നു, ടച്ച് ചെയ്തെന്ന് അവിടെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഒരു പോസ്റ്റർ കിടന്ന ഒരു പോസ്റ്റർ, അതായത് ആര്യൻ രണ്ട് കാലിൽ അവളിങ്ങനെ കിടക്കുന്നു, കൈ ഇങ്ങനെ വെക്കുന്നു, ആ രണ്ട് കാലിന്റെ ഇടയിലേക്കായിട്ടാണ് ആര്യന്റെ കാല് പോസ്റ്റർ ഇതേപോലെയാണ് ഉള്ളത്. അപ്പം അത് ഒരിക്കലും ഒരു നല്ല ആക്ട് അല്ല. ഇവന്റെ സ്വഭാവത്തിന് ആര്യനിപ്പോ റന ഫാത്തിമ അവിടെ നിന്ന് എനിക്ക് മാറിയില്ലെങ്കിൽ കിടക്കുമായിരുന്നു. കാരണം തമാശയാണല്ലോ, കുട്ടിക്ക് എല്ലാം തമാശയാണ്. കുട്ടി അംഗൻവാടിയിൽ വന്നേക്കണ മാതിരിയാണ്, കുട്ടിക്ക് അവിടെ എല്ലാം തമാശയാണ്. ഡബിൾ മീനിങ് ജോക്കും കാര്യങ്ങളെല്ലാം അവിടെ എൻകറേജ് ചെയ്യുന്നോണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നു പോകുന്നത്. അപ്പൊ ഗിസയിലാണെങ്കിലും ഈ പറഞ്ഞ മാതിരി ആ ആക്ടിന് അത് തമാശക്ക് ചെയ്തതാണ്. അത് അവൾ നീ എന്തിനാ വന്ന് കിടന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ കിടന്നത് ഫണ്ണി ആയിട്ട് കിടന്നതാണ്, അത് വിഷയമില്ല. പക്ഷെ അവിടെ ഇപ്പം റന ഫാത്തിമയുടെ വിഷയം എന്ന് വെച്ചാൽ കിടന്നതല്ല വിഷയം, മസ്താനെ പോലെ ഫേക്ക് ഗെയിം പറഞ്ഞു എന്ന് പറഞ്ഞതാണ് വിഷയം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ കിടന്നതും തെറ്റാണ്, ഐ മീൻ ആ കാണിച്ച ആക്ടും തെറ്റാണ്, ഈ പറഞ്ഞ ഫേക്ക് ഗെയിമാന്ന് പറഞ്ഞതും തെറ്റാണ്. അനീഷ് പറയുന്നുണ്ട് ഒരുപാട് നുണ ആരും എന്നത് പറയുന്നുണ്ട്. ഇപ്പൊ എനിക്കും തോന്നുന്നുണ്ട് ഒരുപാട് നുണ പറയുന്നുണ്ട്. കാരണം ഞാൻ ടച്ച് ചെയ്തെന്ന് അവിടെ ആരും പറഞ്ഞിട്ടില്ല. ആ ഒരു ആക്ട് മോശമാണ്, ഞാനും അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അതൊരു തമാശയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. കാരണം അത് പിന്നെ വേണമെങ്കിൽ തമാശയായിട്ട് എടുക്കുക, അതെങ്ങനെ അറിയാം, അത്രയും തിക്ക് ഒരു 5, 6, 7, 8 കൊല്ലമായിട്ട് ഒരു തിക്ക് ഫ്രണ്ട്സ്. ഇപ്പൊ ഗിസേലിന്റെ അടുത്താണ് അങ്ങനെ കാണിച്ചതെന്നുണ്ടെങ്കിൽ അത് പുറത്തോട്ട് പോലും വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നും ഇങ്ങനെ ഒരു സംഭവം നടന്നു പോലും അവിടെ ഗിസേൽ ആരോടും മിണ്ടാനോ പറയാനോ ഒന്നും പോകുന്നില്ല. പക്ഷെ ഈ ഒരു ആക്ടിനെ ന്യായീകരിക്കുന്നതോടാണ് ഞാൻ പറയുന്നത്, ഈ ഒരു ആക്ടിനെ അത് അത്ര അക്സെപ്റ്റബിൾ അല്ല. ആൻഡ് റെനയും ഈ കാര്യത്തിൽ അത്ര ബോൾഡായിട്ട് നിന്നില്ല. ആ സംഭവം നൈസായിട്ട് ഹൈഡായി. ആ കൊച്ചു കിടന്ന് അലറി പൊളിച്ചു കരഞ്ഞ് സ്ട്രോങ് ആയിട്ട് നിന്നില്ല. കാരണം മുന്നിൽ പറഞ്ഞ മാതിരി എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ എനിക്ക് ഇഷ്ടമല്ല, എന്റെ അടുത്ത് ഇങ്ങനെ ഒരു ആക്ട് പറ്റില്ല, എന്റെ അടുത്ത് ഇങ്ങനെ തമാശ പറ്റില്ല, അത് ബിഗ് ബോസ് ഓൺ ചെയ്യണമെന്ന് പറയണമായിരുന്നു. അല്ലാതെ അവിടെ എന്തിട്ട് എങ്ങനെ നടന്നത്? ഇപ്പൊ കുറെ ഇരുന്ന് മോങ്ങി അവൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞോണ്ടേക്ക് അത് അങ്ങനെ ചെയ്ത അക്ബർ പറയണ്ടെന്ന്, അങ്ങനെ ചെയ്തതല്ല അവളുടെ വിഷയം. നീ പറഞ്ഞില്ലേ മസ്താനായിട്ട് കമ്പയർ ചെയ്തില്ല, അതാണ് അവിടെ വിഷയം. അപ്പൊ അതായ വിഷയം, ഈ ആക്ട് വിഷയല്ലേ? ഗിസയിലാണെന്നുണ്ടെങ്കിൽ ഇവൻ എന്ത് പറഞ്ഞാലും അതെ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാണ്. കാരണം ഇതല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. എന്ത് കുതിരത്തരവും കാണിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്നതല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അതായത് അവനിപ്പോ അവിടെ തലകുത്തി നിന്നാലും തുണിയില്ലാതെ നിന്നാലും ഗിസേല് പറയും അതിനെന്താ, മനുഷ്യന്മാർക്കെല്ലാം ഉള്ളതല്ലേ എന്ന് ഗിസേല് ചോദിക്കും.